എനിക്ക് ഒരു കപ്പ് കാപ്പി എടുക്കൂ. അവനൊരു ഷർട്ട് എടുക്കൂ. എനിക്കൊരു പേപ്പറും ഒരു പേനയും തരൂ. എനിക്ക് എഴുതാൻ പറ്റിയ നല്ല ഒരു ബുക്ക് കൊണ്ടുവരൂ. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്ട്രക്ചറാണ് ഗെറ്റ് പ്ലസ് ഒബ്ജക്റ്റീവ് കേസ് പ്ലസ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റീവ് കേസ് എന്നാൽ എന്താ? ഒബ്ജക്റ്റീവ് കേസിലുള്ള ഒരു പ്രോനൗൺ നമുക്ക് അവിടെ ഉപയോഗിക്കാം. മീ, യു, ഹിം, ഹർ, അസ് ഒക്കെ ഒബ്ജക്റ്റീവ് കേസിലുള്ള പ്രോനൗൺസ് ആണ്. ഗെറ്റ് മീ എ കപ്പ് ഓഫ് കോഫി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കപ്പ് കാപ്പി കൊണ്ടുവരൂ. ഗെറ്റ് മീ, നോക്കൂ, ഗെറ്റ് കഴിഞ്ഞിട്ട് മീ, അതാണ് ഒബ്ജക്റ്റീവ് കേസിലുള്ള പ്രോനൗൺ. പിന്നീട് എ കപ്പ് ഓഫ് കോഫി, ഒരു ഓബ്ജക്റ്റാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗെറ്റ് മീ എ കപ്പ് ഓഫ് കോഫി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കപ്പ് കാപ്പി കൊണ്ടുവരൂ. ഗെറ്റ് മീ സം വാട്ടർ, എനിക്ക് കുറച്ച് വെള്ളം എടുക്കൂ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവരൂ. ഗെറ്റ് ഹിം എ ഷർട്ട്, അവനൊരു ഷർട്ട് എടുക്കൂ, അതല്ലെങ്കിൽ അവന് ഒരു ഷർട്ട് കൊണ്ടുവരൂ എന്നും ആകാം. ഗെറ്റ് ഹർ സം മണി, അവൾക്ക് കുറച്ച് പൈസ കൊണ്ടുവരൂ. ഗെറ്റ് ഹർ സം ഫുഡ്, അവൾക്ക് കുറച്ച് ഭക്ഷണം എടുക്കൂ. ഗെറ്റ് മീ എ പേപ്പർ ആൻഡ് എ പെൻ, എനിക്ക് ഒരു പേപ്പറും ഒരു പെന്നും കൊണ്ടുവരൂ. ക്യാൻ യു ഗെറ്റ് മീ ആൻ ഐസ്ക്രീം, എനിക്ക് ഒരു ഐസ്ക്രീം എടുക്കാമോ? ക്യാൻ യു ഗെറ്റ് മീ ആൻ ഐസ്ക്രീം? ടു ഗെറ്റ് സം വൺ സംതിങ് എന്നാൽ ടു അക്വയർ സംതിങ് ഫോർ സംബഡി എന്നാണ് മീനിങ്. ഇനി ഈ ഒരു കോൺവെർസേഷൻ കൂടി ശ്രദ്ധിക്കൂ. ഐ ആം ഗോയിങ് ടു ദ ഷോപ്പ്, ഡു യു വാണ്ട് എനിത്തിങ്? ഞാൻ ഷോപ്പിലേക്ക് പോകുന്നു, നിനക്ക് എന്തെങ്കിലും വേണോ? യാ, കുഡ് യു ഗെറ്റ് മീ സം ബിസ്ക്കറ്റ്സ്, എനിക്ക് കുറച്ച് ബിസ്ക്കറ്റ് കൊണ്ടുവരാമോ? അപ്പോൾ ഗെറ്റ് പ്ലസ് ഒബ്ജക്റ്റീവ് കേസ് പ്ലസ് ഓബ്ജക്റ്റ് എങ്ങനെ ഉപയോഗിക്കും എന്ന് മനസ്സിലായല്ലോ.